നെക്സ്റ്റ് വരുന്നതാണ് ഇപ്പം നമ്മുടെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മൊഡ്യൂളിലുണ്ടായിരുന്ന അൽഗോരിതംസ് കഴിഞ്ഞു. കാണാൻ പറ്റണല്ലോ. ഷെയർ ആയിട്ടില്ല. ഓക്കെ, വരുന്നില്ലേ? ഓക്കെ. ഓക്കെ, ഇപ്പം നമ്മുടെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് കഴിഞ്ഞു മൊഡ്യൂൾസിലുണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്നത് ആ ഒരു ലൈറ്റ് ജി ബി എം, ഗ്രേഡിയൻ ബൂസ്റ്റിങ്, ഡിസിഷൻ ട്രീ, അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ അതിലൊക്കെ. മെയിനായിട്ടുള്ള ഒരു അൽഗോരിതംസ് ഇപ്പോൾ എത്രണ്ണോ 7-8 എന്തോ എടുത്തിട്ടുണ്ട് സൂപ്പർവൈസ്ഡും റിഗ്രഷൻ ക്ലാസിഫിക്കേഷനും ഒക്കെ ആയിട്ട്. പിന്നെ എക്സ്ട്രാ ആ ഒരു റിഗ്രഷൻ ടൈപ്സ് ഇല്ലേ, റിഗ്രഷൻ ടൈപ്പിൽ കുറച്ചുകൂടിയും വരുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോജിസ്റ്റിക്, ലീനിയർ, പോളിനോമിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം യൂസ് ചെയ്യില്ല. ഡാറ്റ സെറ്റിനനുസരിച്ചിട്ട് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ന്യൂമറിക്കലാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ന്യൂമറിക്കലാണെന്നുണ്ടെങ്കിൽ റിഗ്രഷൻ ടൈപ്സ്, അല്ല ഈ ഒരു കാറ്റഗറിക്കൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ടൈപ്പ്, അങ്ങനെ. പിന്നെ 0-1 ആ ഒരു ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് റിഗ്രഷനൊക്കെ ആയിരിക്കും ബെറ്റർ. പിന്നെ കുറച്ചുകൂടി ഇൻ്റർപ്രട്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ ട്രീസ് ആണ് ബെറ്റർ. ഹെവി ഡാറ്റയാണ് ടാബുലാറിൽ ആണെന്നുണ്ടെങ്കിൽ എക്സ് ബൂസ്റ്റ് യൂസ് ചെയ്യുക. കുറച്ചുകൂടി ആ ഒരു ടൈപ്പിലാണ് അൽഗോരിതംസ് കളക്ട് ചെയ്യുക, ചൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു ക്ലസ്റ്ററിങ്ങിൻ്റെ പാർട്ട്. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്നതാണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഗ്രൂപ്പ് ചെയ്യുന്ന ടൈപ്പാണ്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു 3 അൽഗോരിതംസ് ഉണ്ട് നമുക്ക് മൊഡ്യൂളിൽ എടുക്കാനുള്ളത്. കെ മീൻസ്, ഡി ബി സ്കാന്, ഹയറാർക്കിക്കൽ. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു നെയിം പോലെ തന്നെയാണ്. കെ മീൻസ് കെ നിയറസ്റ്റ് നെയ്ബർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ കെ മീൻസിലൊക്കെ ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൂ. ആൻഡ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ലേബിൾഡ് എക്സാമ്പിൾസ്, ദിസ് ഈസ് സ്പാം, ദിസ് ഈസ് നോട്ട്, ആൻഡ് ദിസ് ഈസ് ഡോഗ്, ദിസ് ഈസ് കാറ്റ്. ആ ഒരു ടൈപ്പാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് ലേബിൾസും ഉണ്ടാവും, ഫീച്ചേഴ്സും ഉണ്ടാവും, ലേബിൾസും ഉണ്ടാവും. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൽ ട്രെയിനിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞെടുത്തപ്പോൾ കണ്ടായിരുന്നില്ലേ, 80% ആ ഒരു ഇൻപുട്സ് ആണ് പറയുന്നത് ഫീച്ചേഴ്സ് എന്നുള്ളത്. മറ്റേതിന് പറയുന്നതാണ് എന്ത് ലേബലാണോ അതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ബോക്സിലൊക്കെ ഇട്ടിട്ട് അതിൽ എന്താ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലേബലിങ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ വരുമ്പോൾ അതിൻ്റെ എന്താണോ ടാർഗറ്റ് അതാണ് ലേബൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് വിളിക്കും. കുറച്ചുകൂടി ML-ൻ്റെ ആ ഒരു ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സും ലേബൽസും. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇൻപുട്സ് കൊടുക്കുന്നത്, ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നതാണ് ലേബൽസ്. സോ അതിൽ ഓൾറെഡി നമുക്ക് ട്രെയിനിങ് ചെയ്യാനുള്ളതും ടെസ്റ്റിങ് ചെയ്യാനുള്ള ഡാറ്റയൊക്കെ അതിൽ തന്നെയാണ് എടുക്കുന്നത്. അല്ല, അതിൻ്റെ ഡാറ്റ ഇൻപുട്ടും ഔട്ട്പുട്ടും അതിൽ തന്നെ ഉണ്ടാവും. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ലേബിൾഡ് ഡാറ്റാസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുമ്പോൾ അതിൽ ഒരു ആൻസർ കീ ടൈപ്പ് ഉണ്ടാവില്ല. അതിൻ്റെ പാറ്റേൺസും അണ്ടർലൈൻ പാറ്റേൺസും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഇന്ന ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുക്കൂല. ദ മോഡൽ ലുക്സ് ഫോർ നാച്ചുറൽ പാറ്റേൺസ്, ഗ്രൂപ്പിംഗ്സ് ഓർ സ്ട്രക്ചർ ഹൈഡിങ് ഇൻസൈഡ് റോ ഡാറ്റ. ഒരു റോ ഡാറ്റയിൽ ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊഡിക്ഷന് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് തിരിക്കുന്നത്. ഓക്കെ, ക്ലസ്റ്ററിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സെഗ്മെന്റേഷൻ ഇല്ലേ, അവർ ആക്ച്വലി കാറ്റഗറി ആയിട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊഡിക്റ്റ് ചെയ്യുക.
അല്ല അതിൽ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും ഔട്ട്പുട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക? ഇപ്പോൾ ഏജ് റേഞ്ച് വെച്ചിട്ട് കുറേ ഫീച്ചേഴ്സിൻ്റെ ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ ഔട്ട്പുട്ട് ഒന്നും ഇല്ല ഡാറ്റ എന്ന് വയ്ക്കുക. അങ്ങനത്തെ ഒരു ഡാറ്റയാണ് അൺസൂപ്പർവൈസ്ഡിൽ തരിക. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇയാൾ ഒരു ഹൈ സ്പെൻഡിങ് ബിഹേവിയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരെണ്ണം, പിന്നെ ലോ സ്പെൻഡിങ് ബിഹേവിയർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതൊരെണ്ണം. അങ്ങനെ കാറ്റഗറി ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറിയാണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ടുണ്ട്. ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സൂപ്പർവൈസ്ഡ് ആയി. ഇൻ കേസ് അവിടെ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനൊന്നുമില്ല, ഈ ഒരു ഹിഡൻ പാറ്റേൺസ് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാനാണ് ഉള്ളതെങ്കിൽ അതെന്താ ചെയ്യുക, മൊത്തം ഫീച്ചേഴ്സും മറ്റേ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനൊരു ഗ്രൂപ്പിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഔട്ട്പുട്ട്സ് ഇല്ല. പുതിയ ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യണ്ട, അത് ഒരു ഗ്രൂപ്പിലോട്ട് ആക്കുകയാണ്. ഒരു കോളം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ഈ പ്രഡിക്ഷനിൽ വരുന്നില്ലേ, നമ്മളിപ്പോൾ ലാസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്തപ്പോൾ 1 എന്ന് വന്നില്ലേ, അതേപോലെ അത് ചെക്ക് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ്, അതിന് പറ്റിയൊരു ഗ്രൂപ്പ്. ഇപ്പം അത്ര ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് ക്രിയേറ്റ് ചെയ്തില്ലേ, ഒരു ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഗ്രൂപ്പിംഗ് ഇപ്പൊ നമ്മ ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞ ലേബൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്ലാസിഫിക്കേഷൻ ടൈപ്പിലല്ലേ ഗ്രൂപ്പ് ലേബൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ ഹൈ സ്പെൻഡിങ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലോട്ട് നമ്മ കൊടുക്കുകയാണെങ്കിലേ, പക്ഷെ നമുക്ക് അവിടെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ കാറ്റഗറി ആക്കുന്നില്ല, നമ്മളൊരു ഗ്രൂപ്പ് ഫൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ പ്രൊഡിക്ഷൻസ് ചെയ്യേണ്ടതില്ലല്ലോ. സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഓൾറെഡി ട്രെയിനിങ് നടത്തിയിട്ട് അവിടെ നിന്ന് ആ ഒരു പാറ്റേൺസ് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രഡിക്ഷൻ ചെയ്യാനുള്ള ഔട്ട്പുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ, ബനാന, ഓറഞ്ച്, ഗ്രേപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്കത് എന്താ ഏതാണെന്നൊന്നും തന്നിട്ടില്ല. അത് ഫ്രൂട്ട്സ് ആണെന്ന് തന്നെ മെഷീനിന് അറിയില്ല. ഓക്കെ, ആ ഒരു ഇതിനെ കാറ്റഗറി അങ്ങനെ ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സും ഇതൊക്കെ ചെക്ക് ചെയ്യില്ലേ. അതിന് ഇന്നത് ഓറഞ്ച് ആണ് ഇന്നത് ആപ്പിൾ ആണെന്നുള്ളത് അതിനറിയില്ല. ഔട്ട്പുട്ട് അവിടെ തന്നിട്ടില്ല. ഔട്ട്പുട്ട് തരണമെങ്കിൽ എന്താ വരണ്ടേ, ഒരു കോളം നമുക്ക് ഈ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ആപ്പിൾ ആണ് അല്ലെങ്കിൽ ഓറഞ്ച് ആണ്. ഓറഞ്ച് കളർ വന്നിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് വരും. അതിൻ്റെ കൂടെ ഓറഞ്ച് കളറിൻ്റെ ഷേപ്പ് റൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഓറഞ്ചാണ്. ആൻഡ് മേ ബി വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ്, ഓറഞ്ചിൻ്റെ സീസണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈയിങ് സീസണോ പ്രൈസോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ഫീച്ചേഴ്സ് എടുക്കാമല്ലോ. സോ സർട്ടൻ ഫീച്ചേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓറഞ്ചാണ്, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടൈപ്പ്, അടുത്തത് ആപ്പിൾ റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇന്ന ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ലേ നമ്മൾ നോക്കുക. സോ എന്നിട്ട് ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് കോളം കൂടി തന്നിട്ടുണ്ടാവും നമുക്ക്. ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ പുതിയ കാറ്റഗറി ഉണ്ടാക്കിയെടുക്കണേ. ഒരു ഗ്രൂപ്പിൻ്റെ ഒരു നെയിം ഉണ്ടാക്കിയെടുക്കുക. അല്ലാണ്ട് അതിൽ ഔട്ട്പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഉണ്ടാവില്ല. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് എടുക്കണം പറഞ്ഞില്ലേ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഡലിന് പറഞ്ഞൂടല്ലോ ഓറഞ്ച് ആപ്പിൾ ആണെന്ന്. അപ്പൊ അത് ഇന്ന ഗ്രൂപ്പാണെന്ന് മാത്രം പറയും, നമ്മ ആ ഗ്രൂപ്പിന് പേരിടണം. അല്ലല്ല, അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇതിന്ന് എത്ര കാറ്റഗറീസ് വേണമെങ്കിലും ഗ്രൂപ്പിംഗ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ 2 ഗ്രൂപ്പ് ആക്കാം, 3 ഗ്രൂപ്പ് ആക്കാം, 4 ഗ്രൂപ്പ് ആക്കാം, എത്ര വേണമെങ്കിലും ആക്കാം. സോ ഈ 4 ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വെറൈറ്റീസ് ആ ഗ്രൂപ്പ്സ് തമ്മിൽ വേണ്ടേ. ഒരു ഗ്രൂപ്പിൽ സിമിലർ കാറ്റഗറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സിമിലർ ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഹോമോജീനസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ഹോമോജീനസും ഹെട്രോജീനസും. സോ ഒരു ഗ്രൂപ്പിൽ ഹോമോജീനസ് ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ഈ വേറൊരു ഗ്രൂപ്പും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ PCM TSN ഒക്കെ യൂസ് ചെയ്തപ്പോൾ ആ സെപ്പറേഷൻ കണ്ടായിരുന്നില്ലേ? അപ്പോൾ അതേപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അതിന്. അങ്ങനത്തെ ഗ്രൂപ്പ്സേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ സംതിങ് എൽസ് ആണോ എന്ന് അതിനറിയില്ല. ഇത് തമ്മിൽ ഇത്ര ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ഗ്രൂപ്പാക്കി. അത്ര അതിനെ അറിയുള്ളൂ. അല്ലാണ്ട് അതിന് ഇന്ന സാധനമാണ് ഞാൻ എടുക്കുന്നത്, ഇന്ന ഫീച്ചേഴ്സ് തമ്മിൽ ചേഞ്ച് ഉണ്ടെന്ന് അറിയാം മോഡലിൽ. പക്ഷെ സെർട്ടൈൻ തിങ്ങാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അതിന് ഐഡിയ ഉണ്ടാവില്ല. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്, അതാണ് ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ക്ലസ്റ്ററിങ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് സിമിലർ ഡാറ്റ പോയിന്റ്സ് ടുഗദർ ആൻഡ് സെപ്പറേറ്റ് ഡിസിമിലർ വൺസ്. ഇതാണ് ആ ഒരു ഗ്രൂപ്പിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള ഡാറ്റാസ് അടുത്തടുത്ത് വയ്ക്കുക, ബാക്കിയുള്ളത് സെപ്പറേറ്റ് ചെയ്യുക, ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റാസ്, വിത്തൗട്ട് എവർ ബീയിങ് ടോൾഡ് വാട്ട് സിമിലർ മീൻസ് ഇൻ അഡ്വാൻസ്. എന്താണ് സിമിലാരിറ്റി എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാണ്ട് അത് ചെയ്യണം. ഓക്കെ. ആൻഡ് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ആ ഫ്രൂട്ടിൻ്റെ ഇമാജിൻ ഡംപിങ് എ മിക്സ്ഡ് pile of oranges, limes and grapefruits on a table and being asked to sort them into 3 baskets. Without being told which fruit belongs where, you would naturally group by what looks similar. നമുക്കിത് എന്താണെന്ന് തന്നെ അറിയില്ല എന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കാണാത്ത 1-2 ഫ്രൂട്ട് തരികയാണ്, എന്നിട്ട് നമ്മുടെ അടുത്ത് അത് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യുക? ഒരേപോലെ കാണാനുള്ള സാധനങ്ങൾ ഒരേപോലെ എടുത്ത് വയ്ക്കും. സോ അതേപോലെയാണ് ഈ മോഡലും വർക്ക് ചെയ്യുന്നത്. മോഡലിന് ഇത് ഇന്ന സാധനമാണെന്ന് ലേൺ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ മോഡലും ചെയ്യുന്നത് ഈ ഒരേപോലെയുള്ള ഫീച്ചേഴ്സ് കാണുമ്പോൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കും. അത്രേ അതിനെ അറിയുള്ളൂ. എങ്ങനെ ഗ്രൂപ്പ്? അതെ, ആ ഗ്രൂപ്പ് ചെയ്തു തരുന്നതാണ് അതിൻ്റെ ഔട്ട്. പിന്നെ അതിൽ എക്സ്ട്രാ വരുന്നത് നമ്മൾ എത്ര ഗ്രൂപ്പ്സ് വേണമെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എത്രണ്ണം വേണമെന്നുള്ളത്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പിങ്. അത് എത്രണ്ണം വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ഗ്രൂപ്പിങ് തരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് പുതിയ ഒരു 3 ഫ്രൂട്ട് തന്നു എന്ന് വയ്ക്കുക. സോ അതിലിപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ച് കണ്ടിട്ടേ ഇല്ല എന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ ഓറഞ്ച് പഴുത്തതും പച്ചയും വരാമല്ലോ. അപ്പോൾ നമ്മൾ അതിനെ തന്നെ 2 ഗ്രൂപ്പ് ആക്കണമെന്ന് 3-4 ഗ്രൂപ്പ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിന് 3 ഗ്രൂപ്പ് ആക്കാനേ പറ്റുള്ളൂ. ഗ്രേപ്പ്, ഓറഞ്ച്, ബനാനയാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേപ്പ്, ഓറഞ്ച്, ആപ്പിളോ എന്തെങ്കിലുമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഓറഞ്ചിൽ തന്നെ പഴുത്തതും പച്ചയുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്നത് 4 ഗ്രൂപ്പ് ആക്കാനാണ്. 3 ഫ്രൂട്ടും തന്നിട്ടുണ്ട്, 4 ഗ്രൂപ്പ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിലപ്പോൾ ഈ പച്ച കളർ വെച്ചിട്ട് ആ പഴുക്കാത്ത ഫ്രൂട്ട്സിനെയൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക് ആക്കാനും ചാൻസ് ഉണ്ട്. സ്റ്റിൽ അതിൻ്റെ സിമിലാരിറ്റിക്ക് അനുസരിച്ചിട്ട് അത് ഓരോ ഗ്രൂപ്പിലേക്ക് ആക്കും. ഡിസിമിലർ ആയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് വെക്കും. Okay, and that's exactly what K-means does with data points, except similarity is measured by distance in space. So ഇതിലും ആ നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നില്ലേ? അതിൽ നമ്മൾ ഡാറ്റ പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ടല്ലേ സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്തായിരുന്നത്. സെയിം ഒരു പ്രോസസ്സ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിൽ സെൻട്രോയിഡ് എന്നാണ് അതിനെ വിളിക്കുക. ഈ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ഡിസ്റ്റൻസ് ഇൻ സ്പേസ് ആൻഡ് ദ ബാസ്ക്കറ്റ്സ് ആർ കോൾഡ് ക്ലസ്റ്റേഴ്സ്. സോ ഈ ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റ്സ് ആണ് അവിടെ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ആൻഡ് എന്താണ് K-means
ചെയ്യുന്നതെന്നുള്ളത്. എവറി ക്ലസ്റ്ററിങ് അൽഗോരിതം നീഡ്സ് എ ഡെഫിനിഷൻ ഓഫ് ഗുഡ്. കെ മീൻസ് ഹാസ് വൺ സിമ്പിൾ ഗോൾ, the centroid idea. Each cluster gets one representative point, its centroid, essentially the average location of every point in that group. അപ്പോൾ നമ്മൾ ആ KNN പറഞ്ഞപ്പോൾ അതൊന്ന് ഒരു പോയിൻ്റ് എടുത്തിട്ട് അവിടെ നിന്ന് 16 പോയിൻ്റ് 20 പോയിൻ്റ് ഒക്കെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞായിരുന്നില്ലേ ഗ്രൂപ്പിങ്ങിൽ. പിന്നെ PCAയിലും ഇതിലൊക്കെ പറഞ്ഞായിരുന്നില്ലേ, TSNEയിലാണ് പറഞ്ഞത്. ഒരു പോയിൻ്റ് എടുക്കുന്നു, അവിടെ നിന്ന് 5 നെയ്ബേഴ്സിനെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ള 5 നെയ്ബേഴ്സ് അല്ലേ കണക്ട് ചെയ്യുക. അതേപോലെ ഇവിടെയും ഒരു സെൻട്രോയിഡ് ആദ്യം എവിടെയെങ്കിലും പ്ലേസ് ചെയ്യും. സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പോയിന്റ് ഉണ്ടെന്ന് നിൽക്കുക. ഒറിജിൻ ആണെന്നുണ്ടെങ്കിലും പറയാം. ഇപ്പോൾ ഒരു 10-20 പോയിന്റ്സ് ഉണ്ടെന്ന് നിൽക്കുക. അതിലൊരു സെൻട്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടുവിൽ പറഞ്ഞുതരാം. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പുറത്തെ ഇതുകൂടി. ഈച്ച് ക്ലസ്റ്റർ ഗെറ്റ്സ് വൺ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്, ഇറ്റ്സ് സെൻട്രോയിഡ്. ആവറേജ് ലൊക്കേഷൻ ഓഫ് എവറി പോയിന്റ് ഇൻ ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് മിനിമൈസ് സ്പ്രെഡ്. കെ മീൻസ് ട്രൈ ടു പ്ലേസ് സെൻട്രോയിഡ് സോ ദാറ്റ് എവറി പോയിന്റ്സ് ഇറ്റ്സ് ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ഇറ്റ്സ് ഓൺ ക്ലസ്റ്റർ സെൻട്രോയിഡ് ആൻഡ് ഫാർ ഫ്രം ദി അതേഴ്സ്. സോ ഇവിടെ എടുക്കുന്നത് ഞാനിപ്പോൾ ആകെ 2 സെൻട്രോയിഡാണ് സെറ്റ് ചെയ്തത്. ഒരെണ്ണം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോയിന്റ് സെറ്റ്. ഇതിപ്പോൾ സെൻട്രോയിഡ് ആണെന്ന് വിചാരിക്കുക. ഈ യെല്ലോ പോയിന്റ് മാത്രം സെൻട്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഈ പോയിന്റിൽ നിന്ന് എല്ലാ ഡാറ്റ പോയിൻറ്റ്സും ഉണ്ടാവില്ലേ, ഈ ബാക്കിൽ കാണുന്നതാണ് ഡാറ്റ പോയിൻറ്റ്സ്. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം. നമ്മൾ 2 മെത്തേഡാണ് യൂസ് ചെയ്തായിരുന്നത്, യൂക്ലീഡിയനും മാൻഹാട്ടനും. യൂക്ലീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് അവിടെ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ് യൂക്ലീഡിയൻ. മാൻഹാട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊക്കെ പോകുന്ന ഒരു വളഞ്ഞുള്ള വഴിയും വേണമെങ്കിൽ ഷോർട്ടസ്റ്റിന് എടുക്കുക എന്നുള്ളത്. നമ്മൾ കട്ട് റോഡൊക്കെ യൂസ് ചെയ്യില്ലേ അതേപോലെ. ഓക്കെ, മാൻഹാട്ടൻ. ഇതിൽ യൂസ് ചെയ്യുന്നത് യൂക്ലീഡിയൻ മാത്രമാണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തായിരുന്നത് അവിടെ യൂക്ലീഡിയനും മാൻഹാട്ടനും യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ഈ ഒരു യൂക്ലീഡിയൻ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മെത്തേഡ് മാത്രം. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് പ്ലേസ് ചെയ്ത് നോക്കുക. ഈ ആരോ കാണുന്നില്ലേ കഴ്സർ, അവിടെ പ്ലേസ് ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ എവിടെ പ്ലേസ് ചെയ്താലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൽ ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കുന്നത്. സെയിം മീൻസ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടെ വരുന്നതാണ് എനിക്ക് തോന്നണേ. ഇതിൽ എവിടെ ഈ ഒരു ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ സെൻട്രോയിഡേ ഉള്ളൂ. അത് എവിടെ പ്ലേസ് ചെയ്താലാണ് കറക്റ്റാണ്. ഇവിടെ ഏകദേശം പ്ലേസ് ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് റാൻഡംലി ആണ് ഈ സെൻട്രോയിഡ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ സെൻട്രോയിഡ് ഇങ്ങനെ നീക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. ഡിസ്റ്റൻസ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം ആവുന്ന വരെ ഇതിനെ നീക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. അത് ഒറ്റ ഗ്രൂപ്പ് ഉണ്ടെങ്കിലുമാണ് ഒറ്റ സെൻട്രോയിഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ 2 ഗ്രൂപ്പില്ലേ, 2 ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഞാൻ അത് റൺ ചെയ്യിച്ചിട്ടില്ല, റൺ ചെയ്യിച്ച് കാണിച്ചു തരാം. കൊടുക്കുകയാണ്. ഇപ്പോൾ ആ പോയിൻറ്റ്സിൻ്റെ കളർ കണ്ടോ. സോ ഇതിലുള്ളത് സിമിലർ വൺസ് ആയിരിക്കും. ആ യെല്ലോ കളർ മാത്രം വരുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിങ്. ബാക്കിയുള്ളത് ഇതിൻ്റെ സെൻട്രോയിഡ് സെറ്റ് ചെയ്തിട്ട് ഇത് ടോട്ടലി ഒരു ഗ്രൂപ്പാക്കി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കെ എന്നുള്ളത് ഡ്രാഗ് ചെയ്തിട്ട് 3 ആക്കി കൊടുക്കുകയാണ്. 3 ആക്കി കൊടുക്കുകയാണ്. റൺ ചെയ്യിച്ചിട്ടില്ല, പോയിൻറ്റ്സ് അൺനോൺ ആണ്. 3 പോയിൻ്റ് ഇൻട്രൊഡ്യൂസ് ആയില്ലേ, അതിൽ റൺ എന്നുള്ള കൊടുത്തു. അപ്പോൾ 3 ക്ലസ്റ്റേഴ്സായിട്ട് അത് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സിമിലാരിറ്റീസും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ 4 ആക്കുക എന്നുണ്ടെങ്കിൽ റൺ ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ അതേപോലെ. ഇപ്പോൾ പുതിയ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ ഡാറ്റ, അതിൽ റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ 4 പോയിൻ്റാണ് കൊടുത്തത്. 4 പോയിൻ്റ് 4 ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തില്ലേ. ഓക്കെ, ഇതേപോലെയാണ് 5 പോയിൻറ്റിന് റൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ക്ലസ്റ്റേഴ്സായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
ഈ പോയിൻറ്റ്സിൻ്റെ ഇതിനനുസരിച്ചിട്ട് ആ ക്ലസ്റ്റേഴ്സ് സെൻട്രോയിഡ്സ് അറേഞ്ച് ചെയ്യും. സെൻട്രോയിഡ്സ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പ്ലോട്ട് ചെയ്യുന്നത് ആദ്യം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ അലൈൻ ചെയ്ത് വെക്കും. പുതിയതാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കുക. സോ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ പോയിൻറ്റ്സ് ഇത്ര എണ്ണ വരാൻ പറ്റുമെന്ന് നിർബന്ധമില്ല, കൂടുതൽ വേണമെങ്കിലും വരാം, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് സിമിലാരിറ്റി ഉള്ള ഡാറ്റ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററിൽ വരണം. അതാണ് നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് മാക്സിമം കണ്ടോ, ഈ സെൻട്രോയിഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരണേ. ഇപ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ആക്ച്വലി ക്ലസ്റ്ററിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ടൈറ്റ് കോമ്പാക്ട് ഗ്രൂപ്പ്സ് വർ members resemble their own clusters center more than any other cluster center and known as Lord's algorithm. ഈ ഒരു ചേഞ്ച് ചെയ്യാനുള്ള അൽഗോരിതം അല്ലേ സെൻട്രോയിഡ്സ് മൂവ് ചെയ്യിപ്പിച്ച് അത് ലോഡ്സ് അൽഗോരിതം എന്നാണ് പറയുന്നത്. എ സിമ്പിൾ ലൂപ്പ് റിപ്പീറ്റഡ് അണ്ടിൽ ദ ക്ലസ്റ്റേഴ്സ് സ്റ്റോപ്പ് ചേഞ്ചിങ്. സോ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇറ്റ്സ് റാൻഡംലി പ്ലേസ് കെ സെൻട്രോയിഡ് സംവെയർ എമോങ് ദി ഡാറ്റ. ഇപ്പോൾ 2 സെൻട്രോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കെൻ്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കെ എന്ന് പറയുന്നത്. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ കെ ഈക്വൽ ടു 5 എന്ന് നമ്മൾ കെ നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുത്തായിരുന്നു, എൻ നൈബേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര നെയ്ബേഴ്സ് അവിടെ നിന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ആ ഒരു സെൻട്രോയിഡിൽ നിന്ന് എത്ര പോയിന്റ്സ് വേണമെന്നാണ് ചെക്ക് ചെയ്യുന്നത്. എത്ര സെൻട്രോയിഡ്സ് അവിടെ പ്ലേസ് ചെയ്യണം അതിനനുസരിച്ച് ഗ്രൂപ്പ് ആക്കാനാണ് അത് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അസൈൻ ചെയ്ത് കൊടുക്കുക. എവറി പോയിന്റ് ജോയിൻസ് ദ ക്ലസ്റ്റർ ഓഫ് ഇറ്റ്സ് നിയറസ്റ്റ് സെൻട്രോയിഡ്. ആ സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പിങ്സ് അവിടെ നടക്കണം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക. മൂവ് ഈച്ച് സെൻട്രോയിഡ് ടു ദി ആവറേജ് പൊസിഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഈ ഒരു ഗ്രൂപ്പിങ്ങിൻ്റെ പുറത്താണ് സെൻട്രോയിഡ് എങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കൊടുന്ന് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പിങ് കറക്റ്റ് ആവുള്ളൂ, ഡിസ്റ്റൻസ്. അതിന് വേണ്ടിയിട്ട് അതിനെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ കൺവേർജൻസ് അച്ചീവ് ചെയ്യില്ലേ, ഫൈനൽ പോയിന്റ്, അതേപോലെ സെൻട്രോയിഡിന് ഒരു പ്രോപ്പർ പൊസിഷൻ കിട്ടും. അപ്പോൾ ആ ഒരു പൊസിഷൻ റീച്ച് ആവുന്നവരെ അത് റൺ ചെയ്യിച്ചുകൊണ്ടിരിക്കും ഒരു ലൂപ്പ് പോലെ. ആൻഡ് റിപ്പീറ്റ് ലൂപ്പ് അണ്ടിൽ അസൈൻമെൻറ്റ് സ്റ്റോപ്പ് ചേഞ്ചിങ്, ദാറ്റ്സ് കൺവേർജൻസ്. ഓക്കെ, അതാണ് കൺവേർജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഈ ക്ലസ്റ്ററിന്റെ സെൻട്രോയിഡ് മൂവ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പൊ അതില് ആദ്യം തന്നെ റാൻഡമായിട്ട് ഒരു സ്ഥലത്തായിരിക്കും നിക്കണത്. അതിനെ പിന്നെ നമ്മുടെ ട്യൂണൊക്കെ ചെയ്തിട്ടാണ് കറക്റ്റ് ട്യൂണിങ് അല്ല, ഇത് അൽഗോരിതം. അതിനാണ് ഈ ഒരു ലോഡ്സ് അൽഗോരിതം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആകെ കൊടുക്കുന്നത് ഈ പാരാമീറ്ററും കാര്യങ്ങളും മാത്രമായിരിക്കും കൊടുക്കുന്നത്. ഇതിൽ ട്യൂൺ ചെയ്യേണ്ട കാര്യമില്ല. ട്യൂൺ ചെയ്യാണ്ട് തന്നെ ആ ഒരു അൽഗോരിതം ബേസ് ആയിട്ടാണ് കെ മീൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ലോഡ്സ് അൽഗോരിതം. അത് റിയൽ ടൈം റൺ ചെയ്തോളും. ഇപ്പോൾ നമ്മൾ ഇത്ര ക്ലസ്റ്റേഴ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെൻട്രോയിഡ് പ്ലേസ് ചെയ്യും. നമ്മൾ ട്രെയിനിങ്ങിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കുറേ ചേഞ്ചസ് കണ്ടിട്ടില്ലേ, ഡാറ്റ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ. അതേപോലെ ഇതിന് ആ ഒരു പാരാമീറ്റേഴ്സും ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്യിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ അത് ചെയ്യും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സോ ഒരു അൽഗോരിതം ബേസ്ഡ് ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ ട്യൂൺ ചെയ്യുന്നത് ട്യൂണിങ് അല്ല, ഇതിൽ ക്ലസ്റ്റേഴ്സ് 1-2 മെത്തേഡ്സ് ഉണ്ട്. ഈ കെൻ്റെ ഒപ്റ്റിമൽ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒപ്റ്റിമൽ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ക്ലസ്റ്ററിങ് നമുക്ക് കിട്ടും. കെ എന്താ പറയുന്നത്, ആ ഒരു എത്ര ക്ലസ്റ്റേഴ്സ് വേണമെന്നല്ലേ, പ്രോപ്പറായിട്ട് എത്ര സ്പ്ലിറ്റ്സ് അല്ലെങ്കിൽ എത്ര ഡിഫറെൻറ്റ് ഗ്രൂപ്പിങ്സ് നമ്മൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. സോ ഒരു ഒപ്റ്റിമൽ വാല്യൂ എടുക്കുന്നത് ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കോർ ഉണ്ടോ നോക്കട്ടെ.
എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഇനീഷ്യ വിത്തിൻ ക്ലസ്റ്റർ എറർ. ആ എറർ റീച്ച് ആവുന്ന ഒരു പോയിന്റ്, അതായത് ഇതേപോലെ പോയില്ലേ, ഇപ്പോൾ ഇതിൽ ക്ലസ്റ്റേഴ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ മേ ബി ഒരു 3 or 4 ആണ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒരു എന്താ പറയുക, വിത്തിൻ ക്ലസ്റ്റർ എറർ 150 210. As k increases, points it closer to their centroids and error keeps dropping. The elbow where the curve bends and improvement. So ഈ ഫ്ലാറ്റൻ ആവുന്ന ഏരിയയുടെ ഒരു തൊട്ട് മുന്നുള്ള പോയിന്റ് വരെയൊക്കെയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവുക. സോ അത് ഡ്രോപ്പ് ചെയ്യണതിനനുസരിച്ചിട്ട്, ഇനേഷ്യ ഡ്രോപ്പായിട്ട് ഫ്ലാറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അത്രയും വരെയുള്ള പോയിൻറ്റ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുക, കെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, വിത്തിൻ ക്ലസ്റ്റർ എറർ. വിത്തിൻ ക്ലസ്റ്റർ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും പറഞ്ഞായിരുന്നില്ലേ. വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ എറർ കൂടുതലായിരിക്കും. 4 മാക്സിമം പോസിബിൾ ക്ലസ്റ്റർ എന്ന് വയ്ക്കുക. അതിനെ 5 ആക്കിയിട്ട് തിരിക്കുക എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഓറഞ്ചിൻ്റെ പഴുത്തതും പച്ചയും പറഞ്ഞില്ലേ, അപ്പോൾ ആക്ച്വലി അത് ഓറഞ്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ 5 ആക്കിയിട്ട് തിരിക്കുമ്പോൾ അതിനെ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ പച്ച അങ്ങോട്ട് പോകുമ്പോൾ ഓറഞ്ചിൻ്റെ ടൈപ്പ് തന്നെ അനാവശ്യമായിട്ട് 2 ആയി. അപ്പോൾ അത് ആ ഒരു ക്ലസ്റ്ററിൻ്റെ ഉള്ളിലൊരു എററാണ്. ഓക്കെ, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ഒപ്റ്റിമൽ പോയിന്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഏതാണ് എന്തിട്ടാണ് കെ കൊടുക്കണേക്കാട്ടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ എത്ര വേണോ? അതിന് ഇത് ആക്ച്വലി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് തരുന്നതാണ് ഈ കെ എന്നുള്ള വാല്യൂ. നമുക്കിപ്പോൾ അതിലങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. ഈ എറർ റേറ്റ് ഇത് ഫ്ലാറ്റൻ ചെയ്യുന്നില്ലേ, ഈ ഒരു റേഞ്ച് ഫ്ലാറ്റൻ ചെയ്യുന്നില്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഒരു പോയിന്റ് എടുക്കുക, മുന്നേ ഉള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ആയാലും കുഴപ്പമില്ല. അവിടെ നിന്ന് ഒരുപാട് ഫ്ലാറ്റൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിലെടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 or 4 ഒക്കെയാണ് എടുക്കുക. ഇതിൽ സ്ലൈറ്റ്ലി ഇവിടെ നിന്നൊക്കെയാണ് ഫ്ലാറ്റൻ ചെയ്ത് പോകുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുക. മാക്സിമം എത്ര വേണമെന്നുള്ളത്. ഇപ്പോൾ 1 നോക്കുമ്പോൾ ആ ഒരു എറർ ഭയങ്കര കുറവായിരിക്കും. കുറവ് മീൻസ് വിത്തിൻ ക്ലസ്റ്റർ ക്ലസ്റ്റർ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WCSS എന്ന് പറയും. അപ്പോൾ ആ ഒരു സിമിലാരിറ്റീസ് ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പോയിന്റും ഒറ്റ സെൻട്രോയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരെണ്ണത്തിലല്ലേ വരുള്ളൂ. അതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കാത്തത്. പിന്നെ 2, 3 അങ്ങനെ പോകും. 2 വരുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ഇത് വരുന്നുണ്ട്. തന്നെ അത് കഴിഞ്ഞിട്ട് 3 ആകുമ്പോഴും കുഴപ്പമില്ലാത്തൊരു റേഞ്ച് വരുന്നുണ്ട്. പിന്നെ 4 കഴിഞ്ഞിട്ട് 5 വരുമ്പോൾ ടോട്ടലി അത് ഫ്ലാറ്റനായിട്ടുണ്ട്. 5, 6 ഒരേ റേഞ്ചിലാണ് വരുന്നത്. കണ്ടോ, ഇവിടെ നോക്കാവുന്നുണ്ട് 120, 105 ആ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ക്ലസ്റ്റേഴ്സ് ഈ എറർ ഒന്നുകൂടി നോക്കണം. പിന്നെ വരുന്ന ഒരു മെത്തേഡാണ് സിൽഹൗഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സ്കോറും ചെക്ക് ചെയ്യും. 0.71, 0.42, K=4 വരുമ്പോൾ 5.8 വരുന്നുണ്ട്, 4.4 വരുന്നുണ്ട്, ആൻഡ് 3.3. ഇത് സ്കോർ കൂടുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് ബെറ്റർ ആണെന്നുള്ളത്. K3 ആണ് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു റേഞ്ച് എന്നുള്ളത്. സോ അതിൻ്റെ റേഞ്ച് വരുന്നത് ഒരു മാക്സിമം -1 to +1 വരെ ആയിരിക്കും. അതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള വാല്യൂ എന്നുണ്ടെങ്കിൽ അതെടുക്കാം. ക്ലസ്റ്റേഴ്സ് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സിന് മീൻസ് പോയിന്റ്സ് ആർ വെൽ മാച്ച്ഡ് ടു ദെയർ ഓൺ ക്ലസ്റ്റർ ആൻഡ് നിയർലി സെപ്പറേറ്റഡ് ഫ്രം നെയ്ബറിംഗ് വൺസ്. ദ K with the highest average silhouette is often the best choice. ഇപ്പം നമുക്ക് ചിലത് ഒരു ഹൈ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എടുക്കേണ്ടി വരും. കാരണം ഭയങ്കര വെറൈറ്റി ഓഫ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഒരിക്കലും പോയിന്റ്സ് എല്ലാം സെയിം നമ്പർ ആവണമെന്നില്ല. ഇപ്പോൾ ചില ക്ലസ്റ്റേഴ്സിൽ 100 ഉണ്ടാവും, ചില ക്ലസ്റ്റേഴ്സിൽ 30 ഉണ്ടാവുള്ളൂ, ചിലതിൽ 5 ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ വരാം. സോ അത് പ്രോപ്പർലി ആ ഒരു ഫീച്ചറും കാര്യങ്ങളും വെച്ചിട്ട് മാച്ച് ചെയ്തിട്ട് അത് ചെയ്യുന്നതിലാണ്
ഈ എത്ര ക്ലസ്റ്റേഴ്സ് വേണമെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, ദ ഓർഡിനറി ആസ് ദ ക്രോ ഫ്ലൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points, the same distance you would measure with a ruler on a piece of paper. അതായത് ഒരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു ക്ലസ്റ്റേഴ്സിൻ്റെ സെൻട്രോയിഡൊക്കെ. K-means need a ruler. By default it uses straight line distance. ഓക്കെ, K-meansൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേതിൽ മാൻഹാട്ടൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് why it matters? Because K-means assigns points to their nearest centroid, the shape of nearest round in Euclidean space, shapes what kind of clusters K-means can find. സോ ഈ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടായിരിക്കും ആ ലോയിഡിൻ്റെ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെൻട്രോയിഡ്സ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ആയിരിക്കും ആ സെൻട്രോയിഡ്സ് പ്ലേസ് ചെയ്യുന്നത്. അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രോപ്പർ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി വൈ K-means naturally finds round blob shaped clusters and struggles with oddly shaped ones. More on that shortly. സോ ഇതിൽ ഈ റൗണ്ടഡ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും K-meansൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കാന്ന് ഈ ക്ലസ്റ്റേഴ്സൊക്കെ എന്താ ഷേപ്പ്? ഓൾമോസ്റ്റ് സർക്കിളാണ്, റൗണ്ടഡ് ആണ് ഈ ഇതൊക്കെ. പക്ഷേ നമ്മൾ TSNU മാപ്പിലൊക്കെ ആ ഒരു ഗ്രൂപ്പിങ്സ് എങ്ങനെയായിരുന്നു? ഈ ഒരേപോലെ ഇങ്ങനെ നീണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പൊക്കെ വരാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പോയിൻറ്റ്സ് എവിടെ വെക്കണോ അതിനനുസരിച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ആ ഒരു ക്ലസ്റ്ററിൻ്റെ നമ്പറും ഇതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഗ്രൂപ്പിംഗ് വരുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ന്യൂ ഡാറ്റ എടുക്കുകയാണ്. എല്ലാം കണ്ടോ? ഓരോ തരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റൺ ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ 5 ക്ലസ്റ്റേഴ്സ് ഏകദേശം ഒരു റൗണ്ടിൽ തന്നെയാണ് എല്ലാം വരുന്നത്. ഒരു ഡീപ്പ് റൗണ്ട് അങ്ങനെയൊക്കെ. ചിലപ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും, ചിലപ്പോൾ ഇതേപോലത്തെ ക്ലസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു ടൈപ്പിൽ മാത്രമാണ് K-means എന്നുള്ള വർക്ക് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് മാറിയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനാണ് DB സ്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് വേറെ ഷേപ്പിൽ വരുന്ന ഇതൊക്കെ, ഇപ്പോൾ ഈ മൂണിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ടൈപ്പൊക്കെ ഉണ്ടാവില്ലേ, സ്പൈറൽ മൂണിൻ്റെ ആ ഒരു ടൈപ്പിലുള്ളതിനൊക്കെയാണ് DB സ്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹയറാർക്കിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഹയറാർക്കി ടൈപ്പ് ഇല്ലേ, അതായത് ഇപ്പോൾ ഫാമിലി ട്രീ എടുക്കുക എന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ചിൽഡ്രൻ ആ ഒരു രീതിയിലുള്ള ഗ്രൂപ്പിംഗ് ഒക്കെ വരില്ലേ, അങ്ങനത്തെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹയറാർക്കിക്കൽ യൂസ് ചെയ്യും. ഓക്കെ, ഈ റൗണ്ട് ഓർ ഗ്ലോബ് ഷേപ്ഡ് ക്ലസ്റ്റേഴ്സിനാണ് ഈ ഒരു K-means മെയിനായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് സ്ട്രഗിൾസ് വിത്ത് ഓഡ്ലി ഷേപ്ഡ് വൺസ്. മോർ ഓൺ ദാറ്റ് ഷോർട്ട്ലി. ആൻഡ് ഇൻ ഏഷ്യ ദ എൽബോ മെത്തേഡ് എന്ന് പറയും. K-means നീഡ് ടു ബി ടോൾഡ് ഹൗ മെനി ക്ലസ്റ്റേഴ്സ് ടു ഫൈൻഡ്. ദ എൽബോ മെത്തേഡ്സ് ഹെൽപ്സ് യു ചൂസ് വൈസ്ലി. 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എൽബോ മെത്തേഡും ഒന്ന് ആ ഒരു സിൽഹൗഡ് സ്കോറും. As K increases, points sit closer to their centroids and error keep dropping. The elbow where the curve bends and improvement flattens. അവിടെ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല, പിന്നെ അതാണ് ആ ഒരു ഏരിയ ഫ്ലാറ്റൻ ചെയ്ത് പോകുന്നത്. ഇറ്റ് ഈസ് ദ സ്വീറ്റ് സ്പോട്ട്. ബയോണ്ട് ഇറ്റ് യു ആർ ജസ്റ്റ് ഓവർഫിറ്റിംഗ് മോർ ക്ലസ്റ്റേഴ്സ് ഫോർ ഡിമിനിഷിങ് റിട്ടേൺസ്. നമ്മൾ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാറ്റൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എക്സ്ട്രാ ഒരു ഫോഴ്സ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ള ക്ലസ്റ്ററിങ്ങൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. ഓക്കെ, അതിൽ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലസ്റ്റേഴ്സ് കിട്ടും, പക്ഷെ കൂടുതൽ ഈ നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ, അതേപോലെ ആയിരിക്കും അതിൻ്റെ യൂസേജ് വരുന്നത്. അപ്പോൾ പ്രോപ്പർലി ഒരു 3 ഫ്രൂട്ട് തന്നിട്ടുണ്ട്, ആ 3 ഫ്രൂട്ടിനെ ക്ലസ്റ്റർ ചെയ്യാൻ 3 ക്ലസ്റ്റർ മതി. പക്ഷെ നമ്മൾ അഗെയിൻ ഒരെണ്ണം പുഷ് ചെയ്യുന്നു, അടുത്ത ഒരെണ്ണം പുഷ് ചെയ്യുന്നു, അടുത്ത ഒരെണ്ണം പുഷ് ചെയ്യുന്നു. 6 എണ്ണം ആക്കിയിട്ട് ആ ഒരു 3 എണ്ണത്തിന് ചെയ്യാൻ പറയുന്നു, 10 എണ്ണം ആക്കിയിട്ട് 3 എണ്ണത്തിന് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് 10 ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷെ അതിൻ്റെ സിമിലാരിറ്റി എന്തോരം ഉണ്ടാവും, അതിൻ്റെ ഒരു റിലയബിലിറ്റി എത്ര ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു എൽബോ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 3 എണ്ണം ചെയ്യാൻ അതൊന്ന് പ്രോപ്പർലി പറ്റുമെങ്കിൽ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇപ്പോൾ 3 ഫ്രൂട്ട് തന്നിട്ട് 10 എണ്ണം ആക്കിയിട്ട്
സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്ന പോലെ ആയിരിക്കും. സിൽഹൗട്ട് എത്ര ഹൈ വരുന്നോ അത്രയും എടുക്കുന്നതാണ് നല്ലത്. ആൻഡ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് -1 to 1 ആണ്. ആൻഡ് ദ സെക്കൻഡ് ഒപ്പീനിയൻ, ഹൗ വെൽ ഡസ് ഈച്ച് പോയിന്റ് ഫിറ്റ്സ് ഇറ്റ്സ് അസൈൻഡ് ക്ലസ്റ്റർ വേഴ്സസ് ഇറ്റ്സ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അതായത് ഓരോ ക്ലസ്റ്ററിൻ്റെ സ്കോറിംഗ് ആണ് അവിടെ നോക്കുന്നത്. ഏറ്റവും ഹൈ വരുന്ന ഏതാണോ അതെടുക്കാം. ആൻഡ് സ്കോർസ് റേഞ്ച് ഫ്രം -1 to 1, -1 to +1. ക്ലോസർ ടു +1 മീൻസ് points are well matched to their own cluster and clearly separated from neighboring ones. And the K with the highest average Silhouette is often the best choice. So ഇതിൻ്റെ റേഞ്ച് -1 to 1 വരെയാണ് വരിക, +1 വരെ. സോ അതിൻ്റെ എത്ര നിയറസ്റ്റ് ആണോ 1 അതായത് പോസിറ്റീവ് നമ്പറായിട്ട് എത്ര നിയറസ്റ്റ് ആണോ ആ ഒരു ക്ലസ്റ്ററാണ് ചൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതിൽ സിൽഹൗട്ട് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.71 വരുന്നില്ലേ. സെക്കൻഡ് മോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.8 ആണ് വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.33 K6 എന്ന് ക്ലസ്റ്റർ 6 എടുക്കുമ്പോൾ 33 ആണ് വരുന്നത്. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് K = 3 ആണ്. അതേ രീതിയിലാണ് ചെക്ക് ചെയ്യുക. ഓക്കെ. ആൻഡ് ഇനീഷ്യലൈസേഷൻ മാറ്റേഴ്സ്. Lloyd's algorithm starts with random centroids and a bad roll of the dice can trap it in a poor solution. അതായത് നമ്മൾ ഈ 3 എടുത്തിട്ട് 10 ആക്കിയിട്ട് കൊടുക്കാൻ പറയുന്ന പോലെയാണത്. ആൻഡ് റാൻഡം സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ക്യാൻ ലാൻഡ് 2 centroids inside the same true cluster or leave a whole cluster with no centroid nearby. The algorithm converges just to the wrong answer called a local optimal. നമ്മൾ ലോക്കൽ മിനിമയും ഗ്ലോബൽ മിനിമം എന്നല്ല പറഞ്ഞില്ലേ, മൾട്ടിപ്പിൾ വാല്യൂസ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ മേ ബി ഒരു റോങ് ആൻസറിൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് 2 ക്ലസ്റ്റർ അല്ലെങ്കിൽ 3 ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ നേരത്തെ പറഞ്ഞ മെത്തേഡ്സും കൂടി യൂസ് ചെയ്യണം. And the fix is K means ++. Instead of picking all centroids purely at random, K means ++ picks the first one randomly and deliberately favors points far from existing centroids for the rest, spreading them out sensibly from the start. So നമ്മൾ ആ ഒരു ഇത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാണ്ട് 1 by 1 നമ്മളിപ്പോൾ ഫീച്ചർ സെലക്ഷനൊക്കെ ചെയ്യില്ലേ, അതിന് 2 മെത്തേഡ് പറഞ്ഞു തന്നായിരുന്നില്ലേ. അതേപോലെ ഈ K means ++ൽ അതായത് ഓരോ ഫീച്ചേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അക്യുറസി എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തന്നായിരുന്നു. അതേപോലെ വേണമെങ്കിലും ഈ K means ++ എന്നുള്ളതിൽ ചെയ്യാം. ആൻഡ് സ്പ്രെഡിങ് ദം ഔട്ട് സെൻസിബിളി ഫ്രം ദി സ്റ്റാർട്ട്. ആവശ്യമുള്ള സെൻട്രോയിഡ്സ് മാത്രം കീപ്പ് ചെയ്യുക, വെറുതെ റാൻഡംലി ഒരു ഇത് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യിക്കാണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് റൺ K means several times with different seeds and keep the best results. സോ സീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ ഉണ്ട് ഇതിൽ. K means seeds കറക്റ്റാണോ നോക്കട്ടെ. നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവണം. സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു -. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിനാണ് ഈ സീഡ്സ് എന്ന് പറയുക. എന്നിട്ട് ആ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്നത് അത് K meansൽ യൂസ് ചെയ്യുന്നതാണ്, K means ++ൽ. ആൻഡ് K means seeds are the initial points, also known as centroids, that are selected to begin the clustering process in the K means algorithm. The choice of these seeds is critical because they significantly affect the outcome of the clustering and influence on clusters. The initial seeds determine how the data points are grouped into clusters. Poorly chosen seeds can lead to suboptimal clustering result. നമ്മൾ 3 എടുത്തിട്ട് 6 ആക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു സബ് ഒപ്റ്റിമൽ റിസൾട്ട് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ കൺവേർജൻസ് സ്പീഡിനെ എഫക്റ്റ് ചെയ്യാം. ദ സെലക്ഷൻ ഓഫ് സീഡ്സ് ക്യാൻ ഓൾസോ ഇമ്പാക്ട് ഹൗ ക്വിക്ക്ലി അൽഗോരിതം കൺവേർജസ് ടു എ സൊല്യൂഷൻ. ഓക്കെ, സോ പ്രോപ്പർ സെലക്ഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
അവിടെ നിന്ന് ചേഞ്ചസ് ഉണ്ടാവും. ദെൻ ഇവിടെ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റാൻഡം സെലക്ഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്, വെയ്റ്റഡ് സെലക്ഷൻ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓരോ വാല്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ, കെ മീൻസിൽ സെൻട്രോയിഡ്സ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലോയിഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതേപോലെ ഒരു സ്റ്റെപ്പ് കെ മീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ റാൻഡം സെലക്ഷൻ ചെയ്യുന്നുണ്ട് സെൻട്രോയിഡ്. ദെൻ അവിടെ നിന്ന് ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്, വെയ്റ്റഡ് സെലക്ഷൻ. ചൂസ് ദ നെക്സ്റ്റ് സെൻട്രോയിഡ് ബേസ്ഡ് ഓൺ എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഫേവേഴ്സ് പോയിന്റ്സ് ഫാർദർ അവേ ഫ്രം എക്സിസ്റ്റിംഗ് സെൻട്രോയിഡ്. സോ നമ്മൾ ഡിസിമിലാരിറ്റീൻ്റെ ബേസിലാണ് പുതിയ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. ഒരു ക്ലസ്റ്ററിൽ സിമിലർ ആയിട്ടുള്ള പോയിൻറ്റ്സും അടുത്ത ക്ലസ്റ്ററിൽ ഡിസിമിലർ ആയിട്ടുള്ള പോയിൻറ്റ്സും ആയിരിക്കും. സോ ആദ്യം ഒരു സെൻട്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്ന് ഫാർ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും അവിടെ സെലക്ട് ചെയ്യുക, 1 by 1 കെ മീൻസിൽ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ബെനിഫിറ്റ്സ് ഓഫ് കെ മീൻസ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ക്ലസ്റ്ററിങ് വരുന്നുണ്ട്. ബൈ എൻഷുറിംഗ് ദാറ്റ് ഇനിഷ്യൽ സെൻട്രോയിഡ്സ് ആർ വെൽ സ്പേസ്ഡ്, കെ മീൻസ് പ്ലസ് പ്ലസ് ഓഫൺ ലീഡ്സ് എ ബെറ്റർ ഫൈനൽ ക്ലസ്റ്റേഴ്സ് and faster convergence. Although the initial selection takes more time, the overall computation time is reduced as the algorithm converges more quickly. So proper ആയിട്ടുള്ള ഒരു സെൻട്രോയിഡ്സ് കളക്ട് ചെയ്യാനും ഈ ഒരു കെ മീൻസ് പ്ലസ് പ്ലസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇനിഷ്യൽ സെൻട്രോയിഡ്സ് ആണ് സീഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും ആണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആൻഡ് ഫാസ്റ്റ് ആൻഡ് സ്കെയിൽസ് വെൽ ടു ലാർജ് ഡാറ്റാ സെറ്റ്സ്. ലാർജിലായാലും ഇത് വർക്ക് ചെയ്യും. ആൻഡ് വർക്ക്സ് ഗ്രേറ്റ് ഓൺ റഫ്ലി റൗണ്ട് ഇവൻലി സൈസ്ഡ് ക്ലസ്റ്റേഴ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ റൗണ്ട് ആൻഡ് ഗ്ലോബ്ഡ് സൈസ്ഡ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടൈപ്പിലാണ് മെയിനായിട്ട് ഇത് വർക്ക് ചെയ്യുക. ആൻഡ് ഈസി ടു ഇൻ്റർപ്രറ്റ് റിസൾട്ട്. നമുക്കറിയാം ആ ഒരു ഇപ്പോൾ 3 ഫ്രൂട്ട് കൊടുത്തിട്ട് അതിനെ എന്ത് വെച്ച് ഫീച്ചർ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ റെഡ് ആയതുകൊണ്ടാണ്, ഓറഞ്ച് കളർ ആയതുകൊണ്ടാണ്, ബനാന യെല്ലോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതെന്തുകൊണ്ട് സെപ്പറേറ്റ് ഈ കാരണങ്ങൾ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ. ഓക്കെ, അതാണ് ഈസി ടു ഇൻ്റർപ്രറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത് നമ്മൾ കെ വാല്യൂ ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇപ്പോൾ 3 അവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് 6 or 10 ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ്, സബ് ഓപ്റ്റിമൽ പ്രൊഡിക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇറ്റ് സ്ട്രഗിൾസ് വിത്ത് നോൺ റൗണ്ട് ഓർ ഓഡ്ലി ഷേപ്ഡ് ക്ലസ്റ്റേഴ്സ്. ഇപ്പോൾ റൗണ്ടഡ് ക്ലസ്റ്റേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യും അതിൽ. അതിനാണ് ബാക്കിയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യും. ആൻഡ് സെൻസിറ്റീവ് ടു ഔട്ട്ലെയേഴ്സ് വിച്ച് ക്യാൻ ട്രാക്ക് എ സെൻട്രോയിഡ് ഓഫ് സെൻറ്റർ. ഇപ്പോൾ പ്രോപ്പർലി സിമിലർ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിൻറ്റ്സ് അടുത്തടുത്ത് നിൽക്കണ്ടേ, ആ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ഔട്ട്ലെയർ വരിക എന്ന് വയ്ക്കാം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ കേസിൽ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ഷേപ്പ് അല്ലാണ്ട് സൈസ് നോക്കുക എന്ന് വയ്ക്കാം. എല്ലാ ഫീച്ചേഴ്സും ഓറഞ്ചിൻ്റെ പോലെ തന്നെയാണ് നിൽക്കുന്നത് നോക്കിയപ്പോൾ, പക്ഷേ സൈസ് മാത്രം ഭയങ്കര ഹൈ ആണ്. പക്ഷെ ആ ഒരു കാരണം വെച്ച് മാത്രം നമുക്ക് ഈ ഓറഞ്ചിനെ ആപ്പിളായിട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ ടോട്ടലി ചേഞ്ച് ആവും. കാരണം ഈ ഔട്ട്ലെയറും കൂടി ഉൾപ്പെടുത്തണ്ടേ. സൈസ് ഒരെണ്ണത്തിൻ്റെ 2 മാത്രം ചേഞ്ച് ആയി എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് അല്ലാതെ ആവുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസ് വരാം. അതുകൊണ്ടാണ് സെൻസിറ്റീവ് ടു ഔട്ട്ലെയേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ട്രാക്ക് എ സെൻട്രോയിഡ് ഓഫ് സെൻറ്റർ. സെൻസിറ്റീവ് ടു റാൻഡം ഇനീഷ്യലൈസേഷൻ. അതായത് റാൻഡമായിട്ട് ആ ഒരു കെ വാല്യൂ കൊടുക്കുന്നത് അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. മേ ബി 3 വരുന്നോടത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 4-ലായിരിക്കും. അങ്ങനത്തെ. ആൻഡ് കെ മീൻസ് വേഴ്സസ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ മീൻസ് ഇപ്പം നമ്മൾ ഇന്നലെ XGBoost റാൻഡം ഫോറസ്റ്റും ഇതൊക്കെ കമ്പയർ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിൽ ബ്ലൂ ആണ് ഹയറാർക്കിക്കൽ, യെല്ലോ ആണ് കെ മീൻസ്. സോ അതിൻ്റെ സ്പീഡ് വരുന്നത് കെ മീൻസിനാണ് കൂടുതൽ സ്പീഡ് വരുന്നത്. സ്കെയിലബിലിറ്റി പോയിൻറ്റ്സ് ലാർജർ ആയാലും നന്നായിട്ട് വർക്കാവെന്ന് പറഞ്ഞല്ലോ ഡാറ്റ സെറ്റ്, അത് വരുന്നുണ്ട്. ഇൻ്റർപ്രട്ടബിലിറ്റിയും ഏകദേശം സിമിലറാണ് വരുന്നത്. ആൻഡ് ഹാൻഡിൽസ് എനി ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ കുറവാണ്. കാരണം റൗണ്ടിലും ഗ്ലോബ്ഡ് ആ ഒരു ടൈപ്പിൽ മാത്രമാണ് കെ മീൻസ് വർക്ക് ചെയ്യുന്നത്.
ആൻഡ് നോ നീഡ് ടു പിക്ക് കെ അപ്പ് ഫ്രണ്ട്. അതിൽ കെ വാല്യൂസ് അപ്പ് ഫ്രണ്ട് ആയിട്ട് പിക്ക് ചെയ്യണമെന്നില്ല. അത് ബെറ്റർ ആയിട്ട് വരുന്നത് ഹയറാർക്കിക്കലിലാണ്. ഹയറാർക്കിക്കൽ ബെറ്റർ ആയിട്ട് വരുന്നത് ഏത് ഷേപ്പും ഹാൻഡിൽ ചെയ്യും ആൻഡ് കെ അപ്പ് ഫ്രണ്ട് കൊടുക്കണമെന്നില്ല. ബാക്കിയുള്ളതൊക്കെ കെ മീൻസ് ആണ് ബെറ്റർ വരുന്നത്. സോ ഈ ചലഞ്ചസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹയറാർക്കിക്കലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതില് പാരാമീറ്റേഴ്സിനൊക്കെ പകരം മറ്റേ സിലബറ്റൊക്കെയാണ് കൊടുക്കുന്നത് നമ്മ? അല്ല, സിൽ ഔട്ട് എന്ന് പറയുന്നത് എത്ര ക്ലസ്റ്റേഴ്സ് എടുക്കണം എന്ന് നോക്കാനാണ്. അല്ല, ഇപ്പൊ ഇതില് ഒന്നും കൊടുക്കണ്ട, നമുക്ക് എ മാത്രം കൊടുത്താൽ മതി, അങ്ങനെയാണോ? അല്ല, അതിൻ്റെ കെ വാല്യൂസും പിന്നെ 1-2 സീഡ്സ് റാൻഡം സ്റ്റേറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. കുറച്ച് പാരാമീറ്റേഴ്സ് അതിൻ്റെ അത്ര ഇല്ല, അതിൻ്റെ അത്ര ഒന്നുമില്ല. അതിന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ സിന്തറ്റിക് ഡാറ്റ ആണ്. എൻ ക്ലസ്റ്റേഴ്സ് 4, റാൻഡം സ്റ്റേറ്റ് 42, എൻ ഇനീഷ്യലൈസേഷൻ 10 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതിൽ സെൻട്രോയിഡ്സ് കൊടുക്കുന്ന ഇത് അതിൻ്റെ അല്ല, ആക്ടിവേഷൻ ഫങ്ഷൻസ് ഡി ബി സ്കാൻ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, എച്ച് ടി ബി സ്കാൻ എന്ന് പറഞ്ഞിട്ട്. ദെൻ അഗ്ലോമറേറ്റീവ്, ഗോസിയൻ മിക്സ്ചർ, മീൻ ഷിഫ്റ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ക്ലസ്റ്ററിങ് ഉണ്ട്. ഇതേപോലെ ഇതാണോ ഡി ബി സ്കാനിൻ്റെ ഷേപ്പ് കണ്ടോ? ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഷേപ്പിംഗ് ആണ് വരുന്നത്. പിന്നെ ഏതാ മീൻ ഷിഫ്റ്റ്, ഡ്യൂസീവ് ഒക്കെ വരുമ്പോൾ മീൻ ഷിഫ്റ്റും ഏകദേശം കൺട്രോൾഡ് വരുന്നുണ്ട്. പക്ഷെ ആവറേജിങ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ബ്ലൂ ഡോട്ട് എന്താണ്? നോയ്സ് ആണ്. നോയ്സ് ആണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 ക്ലസ്റ്ററിലും കരടാത്തതാണ്. അങ്ങനത്തെ വരാം. അതായത് ഇപ്പോൾ കുറച്ച് പഴുത്ത ഓറഞ്ചും ഉണ്ട്, ഒരു പോയിന്റ് പച്ച ഓറഞ്ചും ഉണ്ട്. അപ്പോൾ ഇതിൽ പഴുത്ത ഓറഞ്ചിൽ അതിനെ കൂട്ടാനും പറ്റില്ല, കളർ ചേഞ്ച് ആയതുകൊണ്ട്. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ സിമിലർ ആയതുകൊണ്ട് അതിൻ്റെ എന്താ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. നോയ്സ് ആയിട്ട് അങ്ങനെ എടുക്കുന്നതല്ല, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ സിമിലർ അല്ലേ. അതിൻ്റെ എച്ച് ടി ബി സ്കാൻ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒന്നും റൗണ്ട് ഒന്നും അല്ലല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും ഇതൊക്കെയാണ് വരുന്നത്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ നേരത്തെ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് ഷോപ്പേഴ്സ്, ലോയൽ ഹൈ സ്പെൻഡേഴ്സ്, ഒക്കേഷണൽ ബ്രൗസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമേജ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് റെഡ്യൂസ് ആവുകയും വേണം, ആൻഡ് അറ്റ് എ ടൈം അതിൻ്റെ ക്വാളിറ്റി പോകാനും പാടില്ല. റെഡ്യൂസിങ് മില്യൺസ് ഓഫ് പിക്സൽ കളേഴ്സ് ഡൗൺ ടു ജസ്റ്റ് കെ റെപ്രസെൻറ്റേറ്റീവ് കളേഴ്സ്, ഷ്രിങ്കിങ് ഫയൽ സൈസ് വിത്ത് മിനിമൽ വിഷ്വൽ ലോസ്. ഇതിൽ ആ ഒരു ഷ്രിങ്കേജിൽ ഏത് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്താലാണ് ബെറ്റർ ആയിട്ട് വരിക എന്നാണ് നോക്കുക. ആൻഡ് ഡോക്യുമെൻറ്റ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസിങ് ആർട്ടിക്കിൾസ് ഓർ സപ്പോർട്ട് ടിക്കറ്റ്സ് ഇൻ ടു ടോപ്പിക്സ് വിത്തൗട്ട് എനിവൻ മാനുവലി ടാഗിങ് ദം. ഇപ്പോൾ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പിങ്ങിൽ ഇപ്പോൾ സ്പാമും നോൺ സ്പാമും ചെയ്യുന്നില്ലേ, അതിൽ ആ ഒരു ഔട്ട്പുട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ആ ഒരു സിമിലാരിറ്റീസിൻ്റെ ഒക്കെ ബേസിൽ എത്ര കെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ സ്പാമും നോൺ സ്പാമും തമ്മിൽ. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആൻഡ് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ഗ്രൂപ്പിംഗ് സ്റ്റോർ ലൊക്കേഷൻസ്, ഡെലിവറി സോൺസ് ഓർ സെൻസർ റീഡിങ്സ് ബൈ പ്രോക്സിമിറ്റി ഫോർ ലോജിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലും വന്നിട്ട് ഇങ്ങനെ ആക്യുറസി അങ്ങനെ റീകോളൊക്കെ ഉണ്ടോ? ഇതിലെന്തായിരുന്നു, ഇതിൽ
കെ മീൻ സ്കോർ അങ്ങനത്തെ ഒക്കെയാണ്. നോക്കട്ടെ, ഗ്രൂപ്പിങ്ങും പരിപാടിയൊക്കെയാണ്. അത് ഈ എറർ എന്ന് പറയുന്നത് ഇപ്പം ഈ ക്ലസ്റ്റർ ഒരു ഹൈ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ വരുന്ന എററില്ലേ, ആ ഒരു എററൊക്കെയാണ് നോക്കുക. പ്രോപ്പറാണോ, പിന്നെ സിൽ ഔട്ട് സ്കോറൊക്കെ ആണ് നോക്കുക. പിന്നെ മിനി ബാച്ച് കീ മെത്തേഡ്സും പിന്നെ ഈ ഒരു ഇതും കൂടെ ഉള്ളൂ. മിനി ബാച്ച് കീ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ എൻറ്റയർ ഡാറ്റ സെറ്റ് അറ്റ് എവറി അപ്ഡേറ്റ്. ഇപ്പോൾ ലാർജ് ഡാറ്റ സെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ച് ഗ്രേഡിയൻ ഡീസൻ്റ് ഒക്കെ പറഞ്ഞായിരുന്നില്ലേ, അതേപോലെ ഇതും ഓരോ ബാച്ചസ് ആയിട്ട് റാൻഡം ബാച്ചസ് ആയിട്ട് തിരിക്കും. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്നലെ ചങ്ക്സ് ഒക്കെ പറഞ്ഞു തന്നില്ലേ, ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതേപോലെ ആൻഡ് ഡ്രാമാറ്റിക്കലി ഫാസ്റ്റർ ഓൺ ഹ്യൂജ് ഡാറ്റ സെറ്റ്സ് വിത്ത് എ സ്മോൾ ട്രേഡ് ഓഫ് ഇൻ പ്രിസിഷൻ. ഇതിലും ആ ഒരു പ്രിസിഷൻ്റെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യണം. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര പോയിന്റ്സ് കറക്റ്റ്ലി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കുക. ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, മെട്രിക്സ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് കെ മെത്തോഡ്സ് യൂസസ് ആൻ ആക്ച്വൽ ഡാറ്റ പോയിന്റ് ആസ് ദ ക്ലസ്റ്റർ സെൻറ്റർ ഇൻസ്റ്റെഡ് ഓഫ് എ കമ്പ്യൂട്ടഡ് ആവറേജ്, മേക്കിംഗ് ഇറ്റ് ഫാർ മോർ റോബസ്റ്റ് ടു ഔട്ട്ലേഴ്സ്. ഔട്ട്ലേഴ്സ് വരുമ്പോൾ ഒരു സെൻട്രോയിഡ് ചേഞ്ച് ചെയ്യാൻ കാരണമാവും പറഞ്ഞില്ലേ, അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ച്വൽ ഡാറ്റ പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അത് റിപ്ലേസ് ചെയ്യാം ഈ ഒരു സെൻട്രോയിഡായിട്ട്. പിന്നെ കുറച്ചുള്ളൂ, അത് കുഴപ്പമില്ല, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും.